നിരന്തരം വന്യജീവി ആക്രമണമടക്കം നേരിടുന്ന മേഖലയാണ് കുതിരാൻ. ഒറ്റയാനിറങ്ങി ജനവാസ മേഖലയിൽ അക്രമം തീർത്തതോടെ വലിയ പ്രതിഷേധമിരമ്പി. ഒടുവിൽ ജനവാസ മേഖലയിലിറങ്ങിയ ഒറ്റയാനടക്കമുള്ള ആനകളെ തുരത്താൻ ദൗത്യവും പ്രഖ്യാപിച്ചു. എന്നാൽ പ്രതിഷേധം കെട്ടടങ്ങിയതോടെ ദൗത്യം തന്നെ അവസാനിപ്പിച്ച് മടങ്ങിയിരിക്കുകയാണ് വനം വകുപ്പ്. വീണ്ടും ഒറ്റയാൻ ജനവാസ മേഖലയിലെത്തിയതോടെ കടുത്ത ആശങ്കയിലും ഭയപ്പാടിലുമാണ് തൃശൂരിലെ കുതിരാൻ ജനത. ദുരിതമെന്ന വാക്കിനൊരു നേർക്കാഴ്ചയുണ്ടെങ്കിൽ അതാണിന്ന് കുതിരാൻ. ആനയടക്കമുള്ള വന്യജീവികൾ നിരന്തരം ജനവാസ മേഖലയിലിറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതോടെ ജീവിക്കാൻ തന്നെ നിർവാഹമില്ലാത്ത നാടായി കുതിരാൻ മാറുകയാണ്. വനം വകുപ്പ് വാച്ചറെ തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ ആക്രമിച്ചു. തുമ്പിക്കൈക്കും കൊമ്പിനുമിടയിൽ വീണ വാച്ചർ രക്ഷപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ തലനാരിഴയ്ക്ക്. പിന്നാലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ തുരത്താനെത്തിയ വനം വകുപ്പ് സംഘത്തിന് നേരെയും ഒറ്റയാന്റെ ആക്രമണമുണ്ടായി. ജീപ്പിൽ നിന്ന് ഇറങ്ങിയോടിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടവഴികളെപ്പോലും ഒറ്റയാൻ വിറപ്പിച്ചതോടെ ജനരോഷമിരമ്പി. ആനയെ പിടികൂടാൻ വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചു. വനം മന്ത്രി തന്നെ സ്ഥലം സന്ദർശിച്ച് ഒറ്റയാന മാത്രമല്ല ജനവാസ മേഖലയിൽ ഇറങ്ങിയ മറ്റാനകളെ തുരത്തുമെന്നും അതിനായി പ്രത്യേക ദൗത്യവും പ്രഖ്യാപിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞതോടെ സ്ഥിതി മാറി. ജനശ്രദ്ധ മാറിയതോടെ കുങ്കികളെ തന്നെ തിരികെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. കുങ്കികൾ തിരികെ പോയ രാത്രി തന്നെ ഒറ്റയാൻ ജനവാസ മേഖലയിൽ ഇറങ്ങി. ഇതോടെ വീണ്ടും ആശങ്കയുടെ നിഴലിലായിരിക്കുകയാണ് കുതിരാൻ. സ്ഥലം സന്ദർശിച്ച് ഉറപ്പുകൾ പ്രഖ്യാപിച്ച വനമന്ത്രിയിൽ വിശ്വാസമർപ്പിച്ച ജനതയാണ് കുതിരാനിലേത്. അവരെയാണ് കണ്ണിൽ പൊടിയിട്ട് ഒരു സർക്കാർ സംവിധാനം ഒന്നാകെ കബളിപ്പിച്ചത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രഖ്യാപിച്ച ദൗത്യം ജനശ്രദ്ധ മാറിയതോടെ പിൻവലിച്ചത് കൊടും ചതിയെന്ന് നാട്ടുകാർ പറയുന്നു. ഒന്നീ വേലിയിടോ അല്ലെങ്കിൽ ഇതിനെ മയക്കും വെടി വെച്ച് കൊണ്ടുപോകുക എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അപ്പോൾ എനിക്ക് അതിനെ കണ്ടു കാണാൻ പറ്റാ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾക്ക് അല്ലേ? എത്ര ഞങ്ങൾക്ക് പണ്ടൊന്നും ഇവിടെ ഒരു ആനയോട് ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇക്കാണുന്ന കുതിരാൻ തുരങ്കം യാഥാർത്ഥ്യമായതിന് പിന്നാലെയാണ് ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ ഇറങ്ങിത്തുടങ്ങിയത്. എന്താണ് കുതിരാനിൽ സംഭവിച്ചത്? അതുകൂടി പരിശോധിക്കാം. കുതിരാൻ മലനിരകളിൽ വന്യജീവികൾ യഥേഷ്ടം വിഹരിക്കുന്നുണ്ടായിരുന്നെങ്കിലും തിരക്കേറിയ കുതിരാനിലെ പഴയ പാത മുറിച്ചു കടക്കാൻ വന്യജീവികൾക്ക് സാധിക്കുമായിരുന്നില്ല. വാഹനങ്ങളുടെ സാന്നിധ്യവും ശബ്ദവും കുതിരാനിലെ പാതയിൽ നിന്ന് തന്നെ വന്യജീവികളെ അകറ്റി നിർത്തി. തുരങ്കം യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് ജനവാസ മേഖലയിൽ ഒരിക്കൽ പോലും ആനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. ഇതിലെ കൂടെ വണ്ടി പോയപ്പോൾ ഒരു ആനയും വന്നിട്ടില്ല, ഒരു ഇതും വന്നിട്ടില്ല, ഒരു പുലി ഇറങ്ങിയിട്ടില്ല, ആന ഇറങ്ങിയിട്ടില്ല, ഒരു കുന്തം ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പം വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ തുരങ്കം യാഥാർത്ഥ്യമായതോടെ പീച്ചിയിൽ നിന്ന് വാഴാനി വന്യജീവി സങ്കേതത്തിലേക്ക് ആനയടക്കമുള്ള വന്യജീവികൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ സാധിക്കുന്ന സ്ഥിതിയായി. ഇതോടെ കുതിരാനിൽ മാത്രമല്ല വടക്കാഞ്ചേരിയും ചേലക്കരയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളും വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിലാണ്. തുരങ്കം യാഥാർത്ഥ്യമായതോടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെക്കുറിച്ച് പഠനം നടത്തി പട്ടിക തയ്യാറാക്കി. തിരികെ അവയെ പീച്ചിയിലേക്ക് കയറ്റിവിട്ട സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുമെന്നതായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ആ പ്രഖ്യാപനം വെറും പാഴ്വാക്കായിരിക്കുന്ന സ്ഥിതിയാണ് കുതിരാനിൽ. ദൗത്യം അവസാനിപ്പിച്ചതിലൂടെ കുതിരാൻ എന്ന നാടാകെ തന്നെയാണ് ദുരിതത്തിലായിരിക്കുന്നത്. പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരം ദൗത്യങ്ങൾ പ്രഖ്യാപിക്കരുത് എന്നതാണ് അധികൃതരോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം അവരുടെ ജീവനും ജീവിതവുമാണ് ഇവിടെ വന്യജീവികൾ തകർത്തെറിയുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.